വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാലക്കാട് ഒരു എക്വേറിയം സ്റ്റേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര നാളുണ്ടെന്ന് എനിക്കറിയില്ല, വെക്കേഷൻ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ, ഉണ്ണിയേട്ടൻ, പിള്ളേർ, അമ്മ എല്ലാവരും കൂടി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര മനോഹരമായി, പിള്ളേർക്കൊക്കെ നന്നായി എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന കുറേ തരത്തിലുള്ള മീനുകളുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ഇത്രയും അധികം മീനുകളെ ആദ്യമായിട്ടാണ് കാണുന്നത്. വളരെ ഭംഗിയുള്ള എന്ത് തരത്തിലുള്ള ഓരോരോ മോഡലുകളായിട്ടുള്ള മീനുകളുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നിധിക്കും ദേവയ്ക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇതാ ഒരുത്തൻ മീനും ഉമ്മ കൊടുക്കുകയാണ്. ദേവ ചില്ലിൻ്റെ അടുത്ത് പോവുക, മീനുകളുടെ കാണുകയാണെങ്കിൽ ഉമ്മ കൊടുക്കുക. ഇതെനിക്ക് ഭയങ്കര വിഷമമായി. ഇത് അപ്പുറത്തെ ഒരു സെക്ഷനിലത്തെ മീനാണ്. അതറിയാണ്ട് ഇങ്ങനെ നീങ്ങി വന്നപ്പോൾ ബാക്കിയുള്ള മീനുകൾ അതിനെ കൊത്തി 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 കഴിക്കുകയാണ്. ജീവനൊക്കെ പോയിട്ടുണ്ടാവും ഇപ്പോൾ. ആക്ച്വലി ഈ മീനെ കാണാൻ നല്ല ഭംഗിയില്ലേ. പിന്നെ അതിൻ്റെ അടിയിൽ ഒരു എന്താ പറയുക, നമ്മൾ മത്സ്യകന്യകൻ ഉണ്ടായിരുന്നു. ദെൻ മത്സ്യകന്യകനൊന്നല്ല കേട്ടോ, അതിൻ്റെ ഉള്ളൊരു റൈഡർ ഉണ്ടായിരുന്നു, സ്വിമ്മിങ് റൈഡർ. സോ മൂപ്പര് ഇങ്ങനെ എല്ലാവർക്കും ഷേക്കിൻ്റെ കൊടുക്കുന്നുണ്ടായിരുന്നു. ദെൻ ഉണ്ണിയേട്ടന് കൊടുത്തു, നിധിക്ക് കൊടുത്തു. ദേവ പെട്ടെന്ന് പേടിച്ചു. ദേവ ആദ്യം കൈവിളിച്ചു, ഇതാരാന്നറിയാത്തൊരു മീനുകൾക്ക് പകരം ആരാണ്. പിന്നെ അവന് ഭയങ്കര ആകാംക്ഷ തോന്നി. പിന്നെ മൂപ്പര് ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. പിന്നെ മനസ്സിലായി ഒരു മനുഷ്യനാന്ന് മനസ്സിലായപ്പോൾ അവന് ഷേക്കിൻ്റെ ഹായൊക്കെ കൊടുത്തു ആൾക്കാർ. അങ്ങനെ പിന്നെ കുറേ വട്ടം പിള്ളേരെയൊക്കെ കൊണ്ടുപോകാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. പിള്ളേരൊക്കെ ഇങ്ങനെ ഓടിച്ചാടി നടക്കുമായിരുന്നു. നല്ല അതിൻ്റെ ഉള്ളിൽ വെച്ചാൽ ഏറ്റവും സമാധാനം, നല്ല ചൂടുള്ള സമയത്ത് അതിനുള്ളിൽ കയറിയാൽ നല്ല സുഖമായിരിക്കും. നല്ല തണവാണ്. AC ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് ഇത്തിരി ആശ്വാസം ഉണ്ടാവും നമ്മൾ ചൂടൊക്കെ കൊണ്ട് കഴിഞ്ഞിട്ട് വെറുതെ കയറാനും. പക്ഷെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെറുതെ കയറാൻ പറ്റില്ല. ഒരു തലയ്ക്ക് ഒരാൾക്ക്, അത് ചിൽഡ്രൻസിനില്ല, അഡൾട്ട്സിന് ഒരാൾക്ക് 150 രൂപയാണ് ചാർജ്. എൻ്റെ ദൈവമേ, ഞാനൊരു 100-100ൻ്റെ ഉള്ളിലൊക്കെ വിചാരിച്ചേ. പക്ഷെ പോയി കഴിഞ്ഞപ്പോൾ 150 പറഞ്ഞു. പിന്നെ എന്തായാലും പോയതല്ലേ വെച്ചിട്ട് എനിക്കും അമ്മയ്ക്കും ഉണ്ണിയേട്ടനും മാത്രമേ ടിക്കറ്റ് എടുക്കേണ്ടി വന്നുള്ളൂ. ഞങ്ങൾ ടിക്കറ്റ് എടുത്തുകൊണ്ട് പിള്ളേർക്ക് ടിക്കറ്റ് വന്നില്ല കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര, നമുക്ക് വെക്കേഷനൊക്കെ അവിടെ ഉണ്ടെങ്കിൽ കാണിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സീനറിയാണ്. നല്ല രസമാണ്. കാരണം മീനുകളെ മൃഗങ്ങളെയൊക്കെ ഇഷ്ടമുള്ള പിള്ളേർക്ക് ആർക്കത് ഇഷ്ടമില്ല. അത് അവർക്ക് കാണാനുള്ള നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും, കാണാനായിട്ട് ഇഷ്ടം ഉണ്ടാവും കേട്ടോ.
കുറച്ച് എന്താ പറയുക ഷോപ്പിംഗ് ഐറ്റംസുകളാണ്, ചെരുപ്പുകൾ, പിന്നെ കുറച്ച് ഫർണിച്ചേഴ്സ്, പിന്നെ ഇലക്ട്രോണിക്സ്, പിന്നെ കുറേ അങ്ങനത്തെ കുറേ കുണ്ടാമണ്ടി സാധനങ്ങളൊക്കെ ഉണ്ട്. കമ്മലുകൾ, വളകൾ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അച്ചാറുകളിൻ്റെ പൊന്നി എത്രയൊക്കെ ടൈപ്പ് അച്ചാർ വെച്ചിട്ടാണ്. എനിക്കിപ്പോൾ പറയുമ്പോൾ തന്നെ എനിക്ക് ടേസ്റ്റ് എൻ്റെ വായിൽ വരുന്നത്. അതിലേതൊരു പഴുത്ത മാങ്ങ അച്ചാർ കഴിച്ചു, എന്ത് ടേസ്റ്റായിരുന്നു. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഫുഡ് കോർട്ടുണ്ട്. അവിടെ പോയിട്ട് ഫുഡ് കഴിച്ച് ഞങ്ങൾ മുളക് ബജി മേടിച്ചു. മുളക് ബജിയും ചമ്മന്തിയും. പിന്നെ തൊട്ടപ്പുറത്തൊരു പ്ലേ ഏരിയ ഉണ്ട്, പിള്ളേരുടെ പാർക്ക് സെക്ഷനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അവിടെ പിന്നെ കളിയായിരുന്നു. 2 എണ്ണം ഇറങ്ങുന്നില്ല. ദേവയ്ക്ക് മറ്റേ ഈ പുഴുവിലൊക്കെ പോകുമ്പോൾ പുച്ഛം, ഇതാ വക സാധനങ്ങളൊന്നും ഇഷ്ടമില്ല. അതിങ്ങനെ വലിയ ശരീരങ്ങളെ അനങ്ങുന്നില്ല. അവനെപ്പോഴും ഇങ്ങനെ ഇങ്ങനെ വന്നിങ്ങനെ തുള്ളി നടക്കണം. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പോൾ അവന് ഈ ട്രംബലൊക്കെ ഭയങ്കര ഇഷ്ടമായി. നിധിയാണെങ്കിൽ വിറ്റാണ്. ആ പെൺകുട്ടിയുടെ പേര് ആരാന്നാണ് കേട്ടോ. ആ പെൺകുട്ടി പാവം നിധി, എൻ്റെ ദൈവം, എന്ത് കുറുമ്പിയാണെന്നറിയോ. ആ കുട്ടി ഒന്ന് എണീറ്റൊന്ന് സ്റ്റാൻഡായി നിന്നു എന്ന് പറഞ്ഞാൽ അപ്പം ചാടും അവൾ. അപ്പോൾ അവൾ പാവം എണീറ്റില്ല. പിന്നെ കുറേ പ്രാവശ്യം അവൾ വെയിറ്റ് ചെയ്തു ഇവളെ. പിന്നെ എന്താ ചെയ്യുക, നോ രക്ഷ. അപ്പം പിന്നെ അവളവിടെ ഇരുന്നു. ഇവൾ ചാടി എന്നിരിക്കായിരുന്നു. ആ കുട്ടിക്ക് ഒരു ഗ്യാപ്പ് കൊടുക്കണേ ഉണ്ടായിരുന്നില്ല. എനിക്ക് അങ്ങനത്തെ പാർക്ക്, അങ്ങനത്തെ ഐറ്റംസ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. 2 പേർക്കും കേട്ടോ നല്ല ഇഷ്ടമാണ്. ഇങ്ങനെ ചാടാനുള്ളതാണ് കൂടുതലിഷ്ടം എൻ്റെ പിള്ളേർക്ക്. പിന്നെ ഒരിക്കലും ആ സാധനം തിരിക്കാൻ അറിയുന്നില്ല. ആ ബോട്ടിൻ്റെ ആ സാധനം തിരിക്കാൻ അറിയില്ല. അവൻ കയറിയിരുന്നതിൽ ഒരെണ്ണമുള്ളൂ. അപ്പോൾ തിരിക്കുന്ന സാധനം ഒരെണ്ണമുള്ളൂ. ഒരെണ്ണത്തിൻ്റെ തുമ്പ് ഇത്തിരി മുറിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവനത് അറിയണില്ല. പിന്നെ ആ ചേട്ടൻ ഉന്തിക്കൊണ്ട് നടന്നു കുറച്ച് നേരം. പിന്നെ ഇത് മറ്റേ സ്ലൈഡറും അങ്ങനത്തെ കുറച്ചൊരു ബലൂൺ സ്ലൈഡർ എന്നൊക്കെ പറയാൻ തോന്നുന്നു. അതിൽ കുറേ നേരം കളിച്ചു അവൻ കളിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നിധീനെ എനിക്ക് ഇറക്കാനൊരു പേടി. നല്ല ഹൈറ്റ് അല്ലേ, പിന്നെ ഇതിലൊക്കെ ഇത്തിരി വലിയ പിള്ളേരാണ്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പേടി. ഇനിയിപ്പോൾ അത് പീക്കിരിയല്ല, അവിടെ മേതിക്കൊക്കെ വന്നാലോ ചവിട്ട് കിട്ടിയാലോ. എന്നിട്ടും ഒരു കുട്ടിയുടെ നിന്ന് ചവിട്ട് കിട്ടി കേട്ടോ ലാസ്റ്റായപ്പോൾ. എന്നിട്ട് പിന്നെ ലാസ്റ്റ് നിധി കയറി, പക്ഷെ അത് ഇതിലെടുത്തിട്ടില്ല. പിന്നെ ദേവങ്ങനെ പിടിച്ച് കയറി. ഭയങ്കര ഇഷ്ടമാണ് സ്ലൈഡിങ്. ഞാൻ എന്താ പറയുക, കുഞ്ഞു കുട്ടികൾക്കൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ് കേട്ടോ. ഈ പാലക്കാടുള്ളവർക്കൊക്കെ കാണാൻ പറ്റിയൊരു നല്ലൊരു ഏരിയയാണ്. അണ്ടർ വാട്ടർ അക്വേറിയമൊക്കെ നമ്മുടെ ഇവിടെ അങ്ങനെ വരാറൊന്നുമില്ലല്ലോ, നല്ലതാണത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. 150ക്ക് വർത്തിങ്ങാണ്. കാരണം 150ക്ക് നല്ല വർത്തിങ്ങാണ്. കാരണം ഇതൊരു 10 കോടി മുതൽ മുടക്കിലാണ് ഈ സംഭവം ഇവിടെ വെച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. അങ്ങനെ അപ്പോൾ ഇത് ഭയങ്കര നമുക്ക് വർക്ക്ഫുള്ളാണ്. 150 എന്ന് പറയുമ്പോൾ വലിയ നഷ്ടമുള്ള കാര്യമൊന്നുമില്ല. പിള്ളേരെയും കൊണ്ടുപോയാലൊക്കെ ഒരു വൈകുന്നേരങ്ങളിലൊക്കെ നന്നായി അടിച്ച് പൊളിക്കാനൊക്കെ പറ്റും. ഇങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഫുഡുണ്ട്. നമുക്ക് പിള്ളേർക്ക് സെക്ഷൻ, പിള്ളേർ കരഞ്ഞാലും നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ മീനുകളെ കാണാനും അങ്ങനെയൊക്കെ പറ്റും. ഇത്രയേ ഉള്ളൂ. ഞാൻ ഒരുപാട് വീഡിയോസൊന്നും എടുത്തില്ല. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടാറ്റാ.